ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വാനില സ്പഞ്ച് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് ഹോം ബേക്കേഴ്സൊക്കെ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് A to Z കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം മൈദയാണ് കേട്ടോ എടുക്കാനുള്ളത്. മൈദ ഉണ്ടല്ലോ, നമ്മൾ ഒരു 1 kg കേക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കേണ്ടത്. അതിപ്പോൾ ഞാൻ മെഷർ ചെയ്തെടുത്തില്ല, ആ രീതിയിൽ വേണം കേട്ടോ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അതിലേക്ക് തട്ടിക്കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇതൊന്നും ആരും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞു തരത്തില്ല കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയാണ് കേട്ടോ. നല്ല വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുക്കാം, അല്ല ഒരു മീഡിയം ലെവലിലെ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് മുട്ടയുടെ സ്മെല്ല് നമുക്ക് അധികം എടുക്കാതിരിക്കാനാണ് കേട്ടോ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. എന്നിട്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു പിഞ്ച് സോൾട്ടും കൂടെയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. ഞാൻ അത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ മറന്നു പോയായിരുന്നേ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബീറ്റ് ചെയ്യാനുള്ള ടൈമില്ലേ ഏകദേശം 9 മിനിറ്റാണ് കേട്ടോ എടുക്കേണ്ടത്. 9 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനുള്ള മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ടാകും കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 30 സെക്കൻഡ് കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളില്ലേ ഒരു 1/4 കപ്പോളം പാല് ചെറിയ ചൂടാക്കി എടുത്തിട്ട് അതും കൂടെ എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സ്ലോയിലാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു ട്രേയിൽ, ഞാനിപ്പോൾ 7 ഇഞ്ച് ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ 1 kg ബാറ്ററില്ലേ അത് മുഴുവനും എടുക്കുന്നില്ല. അതിൽ നിന്ന് ഒരു 3 കപ്പ് കേക്കിനുള്ള ബാറ്ററി എടുത്ത് ഞാൻ പിന്നീട് മാറ്റും കേട്ടോ. അപ്പോൾ ഇച്ചിരി ടോളായിട്ടുള്ള ഒരു 1 kg ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ടുള്ള ബാറ്ററി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ മുഴുവനും ചേർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലെ എയർ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 3 കപ്പിലേക്ക് എടുത്ത് മാറ്റുന്നത് കേട്ടോ കപ്പ് കേക്കിനായിട്ട്. അതുകൊണ്ട് തന്നെ അത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇത് നന്നായിട്ട് എയർ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 35 മിനിറ്റോളം നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഗ്യാസിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 40 മിനിറ്റോളം വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. ഇത് വെച്ചുണ്ടാക്കിയ കേക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ളതാണ്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം.